മറ്റാരുണ്ട് LDF അല്ലാതെ? പ്രേക്ഷകരെ, ഇറാൻ ആക്രമണങ്ങളിൽ UAE-യിൽ 14 പേർക്ക് കൂടി പരിക്കേറ്റവരുടെ എണ്ണം 217 ഇന്നലെ രാത്രി ഹഫ്ഷാനിൽ കൊല്ലപ്പെട്ട ഈജിപ്ത് സ്വദേശി ഉൾപ്പെടെ മരിച്ചവരുടെ എണ്ണം 13 ഇന്ന് 56 ഡ്രോണുകളെയും 23 മിസൈലുകളെയും നേരിട്ടതായി പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. രഞ്ജിത്ത് വിവരങ്ങളുമായി ചേരുകയാണ്. രഞ്ജിത്ത്, ഈ ആക്രമണങ്ങൾ ഇപ്പോഴും ഒരു ഒഴിവുമില്ലാതെ തുടരുകയാണല്ലോ. ഇപ്പൊ കഴിഞ്ഞ 2-3 ദിവസങ്ങളായി പരിക്കേൽക്കുന്നവരുടെയും മരിക്കുന്നവരുടെയും ഒക്കെ എണ്ണം വർദ്ധിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. തീർച്ചയായും മാധു, പുറത്തു വരുന്ന കണക്കുകൾ സൂചിപ്പിക്കുന്നത് അത് തന്നെയാണ്. വിവിധ ഗൾഫ് രാജ്യങ്ങൾക്കെതിരെ അതിശക്തമായ ആക്രമണം ഇറാൻ ഇപ്പോൾ തുടരുകയാണ്. ഇന്ന് രാവിലെ മുതൽ UAE-ക്കെതിരെ നിരവധി തവണയാണ് ഇറാന്റെ ഭാഗത്ത് നിന്ന് ആക്രമണ ശ്രമങ്ങൾ ഉണ്ടായത്. പുലർച്ചെ ദുബായിലെ ലക്ഷ്യമാക്കി എത്തിയ ഡ്രോണുകൾ പ്രതിരോധ സേന തകർത്തു. എന്നാൽ ഈ ഡ്രോണിന്റെ അവശിഷ്ടങ്ങൾ ഇന്റർനെറ്റ് സിറ്റിയിലെ ഒറാക്കിൾ കെട്ടിടത്തിന്റെ ഒരു ഭാഗത്ത് പതിച്ചു. ദുബായ് മറീനയിലും ഡ്രോണിന്റെ അവശിഷ്ടങ്ങൾ ഒരു കെട്ടിടത്തിന് വീഴുന്ന സാഹചര്യമുണ്ടായി. ഇറാന്റെ ആക്രമണത്തിൽ UAE-യിൽ 14 പേർക്ക് കൂടി ഇന്ന് പരിക്കേറ്റു. ഇതോടെ പരിക്കേറ്റവരുടെ എണ്ണം 217 മാറിയിരിക്കുകയാണ്. 13 പേർക്കാണ് ഇതുവരെ ജീവൻ നഷ്ടമായത്. ഒപ്പം തന്നെ ഇന്ന് UAE പ്രതിരോധ സംവിധാനം നേരിട്ടത് 56 ഡ്രോണുകളാണ്. ഒപ്പം തന്നെ 23 ബാലിസ്റ്റിക് മിസൈലുകളും ഇന്ന് തകർത്തതായി പ്രതിരോധ മന്ത്രാലയം അറിയിച്ചിരിക്കുകയാണ്. ഇറാൻ ആക്രമണം ആരംഭിച്ച ശേഷം ഇതുവരെ 2141 ഡ്രോണുകളാണ് UAE തകർത്തത്. ഒപ്പം തന്നെ 498 ബാലിസ്റ്റിക് മിസൈലുകളും 23 ക്രൂയിസ് മിസൈലുകളും ഇതിൽ ഉൾപ്പെടുന്നു. ഒപ്പം തന്നെ മറ്റ് വിവിധ രാജ്യങ്ങളിലേക്ക് വന്നാൽ ബഹ്റിനിലും ഇന്ന് വലിയ തോതിലുള്ള ആക്രമണം ഇറാൻ നടത്തി. ജനവാസ മേഖലയായ സിത്രയിൽ ഈ ഡ്രോണിന്റെ അവശിഷ്ടങ്ങൾ പതിച്ച് 4 സ്വദേശികൾക്ക് പരിക്കേൽക്കുന്ന സാഹചര്യവുമുണ്ടായി. ഒപ്പം തന്നെ സൗദി അറേബ്യയിലെ കിഴക്കൻ മേഖലകളിലും ഇന്ന് ഇറാൻ തുടർച്ചയായി ആക്രമണം നടത്തി എന്നതിന്റെ കൃത്യമായ വിവരങ്ങൾ കൂടി പുറത്തു വരികയാണ്. മാധു, ശരി, രഞ്ജിത്താണ് വിവരങ്ങൾ നൽകിയത്. 14 പേർക്കാണ് ഇന്ന് UAE-യിൽ മാത്രം പരിക്കേറ്റത്.